ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. 39 വാക്യം, 119 സങ്കീർത്തനം 39 വാക്യം. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലതല്ലോ. നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന ദൈവത്തിന് നമ്മൾ ഭയപ്പെടുന്ന നിന്ദകൾ, നമ്മളെ ഭയപ്പെടുത്തുന്ന നിന്ദകൾ, നമ്മുടെ ജീവിതത്തെ പിൻപറ്റുന്ന നിന്ദകളുടെ എല്ലാ അവസ്ഥകൾക്കും ഈ നാളുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിടുതൽ അയക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. ആത്മാവ് അതിനോട് ഇടപെടുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതെ, സങ്കീർത്തനക്കാരൻ ഭൂമിയിൽ പരിശോധനകളുണ്ട്, നമുക്ക് ഭൂമിയിൽ പരിശോധനകളുണ്ട്, വെല്ലുവിളികളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലൊക്കെ ജയം തരുന്ന ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതിനാൽ ആ കർത്താവ് ബാലശിക്ഷ കഴിച്ച് നമ്മളെ നന്മയിൽ നടത്തുന്നതിനാൽ സ്തുതിക്കുന്നു. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ വാഗ്ദത്ത ദേശത്ത് എരിഹോ അല്ലെ യോർദാൻ കടന്ന് അവർ എത്തുകയാണ്. യോർദാൻ കടന്ന് അവരെത്തിക്കഴിയുമ്പോൾ യോശുവ എന്ത് ചെയ്യുകയാണ്? ആമേൻ. മരുഭൂമിയിൽ യാത്ര ചെയ്ത്, മരുഭൂമിയിൽ 40 വർഷം യാത്ര ചെയ്ത് പട്ടുപോയ തലമുറയുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു തലമുറ എഴുന്നേറ്റ് വന്നു. യോശുവ അവരെ പരിച്ഛേദനയിൽ കൂടെ കടത്തിവിട്ടു. പരിച്ഛേദനയിൽ കൂടെ കടത്തിവിട്ടപ്പോൾ ദൈവത്തോട് ഒരു വാക്ക് പറയുന്നു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. യഹോവ യോശുവനോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങൾ നിന്ന് ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ആമേൻ. ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. എന്താണ്? നിന്ന ഉരുട്ടിക്കളഞ്ഞു. നിന്നെ ഉരുട്ടിക്കളയുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ ഈ ജനം നിന്ന അനുഭവിക്കുവാൻ തക്കവണ്ണം എന്തോ എടുത്ത് പിശാചു വെച്ചതാ മുകളിൽ. അതാര് കണ്ടില്ല? മനുഷ്യൻ കണ്ടില്ല, പക്ഷെ ദൈവം കണ്ടു. ഈ നിന്നയ്ക്ക് പല രൂപമുണ്ട്, പല ഭാവമുണ്ട്. പക്ഷെ അതിനെ അറിഞ്ഞ് ദൈവം എന്ത് ചെയ്യുകയാണ്? ഇതിനോട് ഇൻ്റർഫിയർ ചെയ്യുന്ന ദൈവം, ഇടപെടുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം പറയാം, ഞാൻ ഈ നിന്നെ എന്ത് ചെയ്യുകയാണ്? ഉരുട്ടിക്കളയുകയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, എന്ത് ചെയ്യാണ്? ഉരുട്ടിക്കളയുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് മുറിക്കാനുണ്ടെങ്കിൽ മുറിക്കും, അടിക്കാനുണ്ടെങ്കിൽ അടിക്കും, തകർക്കാനുണ്ടെങ്കിൽ തകർക്കും. ദൈവത്തിന് ഉരുട്ടിക്കളയാമെങ്കിൽ ഉരുട്ടും. ദൈവം അതിനെ മാറ്റുന്ന ദൈവമാണ്. നിന്നെ മാറ്റുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ ഉരുട്ടി വെച്ചതും മനുഷ്യൻ ബന്ധിച്ചതും ലോകം ബന്ധിച്ച എല്ലാ നിന്ദകളെയും ഇസ്രായേൽ ജന വാഗ്ദത്ത ദേശത്ത് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ നിന്നയെ ദൈവം എന്ത് ചെയ്യുക? ഉരുട്ടിക്കളഞ്ഞു. ദൈവം പറഞ്ഞു, ആമേൻ. എന്നിട്ട് ആ സ്ഥലത്തിന് എന്താ പേരിട്ടു? ഗിൽഗാൽ എന്ന പേരിട്ടു. നിന്ന ഉരുട്ടിക്കളഞ്ഞ ദേശം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇത് കഴിഞ്ഞപ്പോഴാണ്. 12-ാം വാക്യത്തിലാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താണ്? അതുവരെ വന്നുകൊണ്ടിരുന്ന മന്ന നിന്നുപോയി. പറഞ്ഞേ, എന്തോ നിന്നുപോയി? 12-ാം വാക്യം വായിച്ചേ. ആ ദേശത്തെ വിളവ് ആ ആ ആ ആ ദേശത്ത് ചെന്ന വർഷം തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കണം. വിളവ് കിട്ടണമെങ്കിൽ തലേ ദിവസം അടുത്ത മുന്നേ ഒരുക്കിയെങ്കിലല്ലേ വിളവ് കിട്ടത്തുള്ളൂ. ടു വെയർ ഈൽഡ് യു നീഡ് ടു പ്രിപ്പയർ. ഇല്ല, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം ഒരുക്കി വെച്ചു. അവർ ചെന്ന് നേരെ വിളവിനകത്തേക്കാണ് ചെന്നത്. പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെ അന്നേക്കുള്ളത് പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ചില നിന്ദകളെ ഉരുട്ടിക്കളഞ്ഞിട്ട് ദൈവം പറയുക, നിന്റെ മന്നയുടെ സീസൺ തീർന്നു, വിളവിൻ്റെ സീസൺ തുറക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മന്ന നല്ലതാണ്. എന്താണ്? അന്നേക്കുള്ളത് ഇല്ലേ? നമുക്ക് അന്നേക്കുള്ളത് വേണം. ഒന്ന് പറഞ്ഞാട്ടെ, അന്നേക്കുള്ളത് വേണം. പക്ഷേ അത് നിൽക്കണം. എന്തോ പ്രാപിക്കണം? വിളവ് പ്രാപിക്കണം.
അല്ലേ? റോബിൻ ബ്രദർ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പ്രാപിച്ചത്, എന്താണ് നിങ്ങൾ നേടിയെന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുമായിരിക്കും. കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് പലരും നമ്മളോട് ചോദിക്കുമായിരിക്കും. അന്നേക്കുള്ളത് മാത്രം ദൈവം തന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. എന്നാൽ പറയണം, നിന്ന് ഉരുട്ടി മാറ്റി അന്നേക്കുള്ളത് നിന്ന് ഒരു വിളവിലേക്ക് കയറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഒരു വിളവിലേക്ക്, ഒരു സീസണിലേക്ക് കയറട്ടെ. ഓ, ഐ റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. അതേ കർത്താവേ, അന്നേക്കുള്ള വിടുതലല്ല, ഒരു സീസണിലേക്കുള്ള ഒരു വിടുതലിനായി, ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി ഒരു വിളവിനായി. ആമേൻ. ഒരു സീസണിനകത്ത് ചെന്ന് നിന്ന് ആമേൻ നമുക്ക് വേണ്ടത്രയും പറക്കാം. ഒന്ന് പറഞ്ഞേ, എങ്ങനെ പറക്കാം? വേണ്ടത്രയും പറക്കാം. മഞ്ഞയാണെങ്കിൽ എന്താ, അന്ന് വീഴുന്നത് എടുക്കാൻ പറ്റത്തുള്ളൂ. എടുത്ത് പോക്കറ്റ് ഇട്ടാൽ നാളെ നാറാൻ തുടങ്ങും. പക്ഷെ ഇതല്ല, എത്ര വേണമെങ്കിലും വാരാം. ഒന്ന് പറഞ്ഞ്, എത്ര വേണമെങ്കിലും വാരി വെക്കാം, എത്ര വേണമെങ്കിലും പോക്കറ്റിലിടാം, അല്ലേ? പോക്കറ്റിലിടാം, എവിടെ ഇടാം, ജാക്കറ്റിലിടാം, വേണമെങ്കിൽ ആമേൻ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് നിറയ്ക്കാം. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവെ, നിന്ന മാറി ഒരു വർദ്ധനവൻ്റെ കാലഘട്ടത്തിലേക്ക് തന്നെ ജനം പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഈ നിന്ദകൾ മാറ്റണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഇതിന് വില കൊടുക്കുന്ന ഒരു തലമുറ വേണം. ഈ നിന്ദയ്ക്ക് വേണ്ടി എന്ത് കൊടുക്കണം? വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ആ തലമുറ നമ്മളായിരിക്കാൻ നമ്മൾ തയ്യാറാകണം. ആമേൻ. പലരും പറയും ദൈവം അനുഗ്രഹിക്കുമെന്ന്. പക്ഷെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ഹല്ലേലൂയ ആരെഴുന്നേൽക്കണം? എലിസബത്ത് പോലെ വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. മറിയ പോലെ ആമേൻ വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. ആമേൻ. ശമൂവേൽ പോലെ തലമുറയ്ക്ക് ആമേൻ വില കൊടുക്കുന്ന തലമുറകൾ എഴുന്നേൽക്കണം. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ വില കൊടുക്കുന്ന ഒരു യോശുവ എഴുന്നേറ്റേ മതിയാകൂ. ഒന്ന് പറഞ്ഞാട്ടെ, ഞങ്ങളുടെ ജീവിതത്താൽ ആമേൻ വില കൊടുക്കുന്ന ജനം എഴുന്നേറ്റ് വരണം. See, God will bless a family for one person. ഒരു ദേശത്തെ ഒരുവൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരുവൻ മുഖാന്തരം ഒരു കുടുംബം ദൈവം അനുഗ്രഹിക്കാതിരിക്കത്തില്ല. ഓ സഥന റഖമന ഹംസമന ഹാന്തല. നമ്മൾ പറയത്തില്ലേ, നമ്മൾ ആമേൻ വിധിക്കുകയല്ല, നമ്മൾ ഗ്രേഡ് ചെയ്യുകയല്ല. പക്ഷെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരുവൻ വില കൊടുക്കാൻ എഴുന്നേറ്റാൽ ദൈവം ആ ഒരുവനെ ഓർത്ത് ദൈവം അനുഗ്രഹിക്കും. ദൈവം ഇസ്രായേൽ ജനം അടിമനുഖത്തിലായിരുന്നപ്പോൾ 400 സംവത്സരം കഴിഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. ദൈവം പെട്ടെന്ന് ഓർത്തു. പറഞ്ഞാട്ടെ, ദൈവം എന്നെ ഓർക്കുന്ന ദൈവമാണ്. ആമേൻ. ദൈവം എന്നെ ഓർക്കുന്ന ദൈവം, എന്നോട് പറഞ്ഞതൊക്കെയും ഓർക്കുന്ന ദൈവമാണ്. അബ്രഹാമിനെ, അവിടെ അല്ലേ അങ്ങനെയല്ല പറയുന്നത്, അബ്രഹാമിനെ ഓർത്ത് ദൈവം മോശെ എഴുന്നേൽപ്പിച്ചു. ഓ, ചിലവരെ എഴുന്നേൽപ്പിക്കും ദൈവം. എന്തിനാ? നിന്ന് ഉരുട്ടി മാറ്റേണ്ടതിന്. ദൈവം ചിലവരെ ഈ നാളുകൾ എഴുന്നേൽപ്പിക്കും. ആമേൻ. നിന്റെ ഭവനത്തിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും, നിന്റെ ജോലി സ്ഥലത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. നീ എവിടൊക്കെയാണോ അവിടെ നിന്നൊക്കെ ദൈവം ചില യോസേപ്പിനെ തുറമുഖത്ത് എത്തിക്കേണ്ടതിന് ദൈവം ചിലവരെ എഴുന്നേൽപ്പിക്കും. എന്തിനാ? ദൈവം പറഞ്ഞ വാഗ്ദത്തം വെളിപ്പെടേണ്ടതിന്. ദൈവം ചിലയിടത്ത് ഇന്റർഫിയർ ചെയ്യും, ദൈവം ഇടപെടും. പരിശുദ്ധാത്മാവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നിന്നയുള്ളെന്നുള്ള വാസ്തവമാണ്. ചിലതൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്, അല്ലേ? ഇല്ലെങ്കിൽ ദൈവം ഉരുട്ടിക്കളയണോ? ഒന്ന് ദൈവം ഉരുട്ടിക്കളയണോ? ഈ പണ്ട് അല്ലെങ്കിൽ നമ്മളറിയാം, ഹെർക്കുലീസ് സൈക്കിൾ കണ്ടവരൊക്കെ മറന്നു കാണും. പിള്ളേരാരെല്ലാം ഹെർക്കുലീസ് സൈക്കിൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങളാരും ഹെർക്കുലീസ് സൈക്കിൾ കണ്ടിട്ടില്ല അല്ലേ? അതൊന്നും അറിയത്തില്ല. ഹെർക്കുലീസ് സൈക്കിളിന്റെ സിമ്പിൾ എന്താണ് സിമ്പിൾ? ഇതൊന്നും അറിയാത്ത പിള്ളേരാ ഇവരൊക്കെ. ഒരു ഭ്രാന്തിൻ്റെ തലയിൽ എന്താണ്? ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുക. അവനാണ് ഹെർക്കുലീസ് സൈക്കിളിൻ്റെ സിമ്പിൾ. എന്താണ്? കല്ലുരുട്ടി മാറ്റണം ദൈവം. ബലമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കല്ലുരുട്ടി മാറ്റണം. യേശു മരിച്ച് അടക്കപ്പെട്ടു. ആമേൻ. എന്ത് ചെയ്തു? കല്ലുരുട്ടി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ പുറത്ത് വരാതിരിക്കേണ്ടതിന് മുദ്രയും വെച്ചു. ഹല്ലേലൂയ. നിന്റെ വഴിക്ക് തടസ്സമായി, നിന്റെ പല വാഗ്ദത്തത്തിന് തടസ്സമായി കല്ലുരുട്ടി വെക്കുക മാത്രമല്ല, നീ പുറത്ത് വരാതെ വണ്ണം, ആരും ഉരുട്ടിക്കളയാതെ വണ്ണം ഇതിന്മേൽ പിശാച് വരെ മുദ്രയിട്ടിട്ടുണ്ട്. ഇന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കല്ലുരുട്ടി മാറ്റേണ്ടതിന് ആ മുദ്രകൾ യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടണം. ആ നിന്ദകൾ തകർക്കപ്പെടണം. ആ ശാപത്തിന്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് അഴിയട്ടെ.
യേശുവിന്റെ നാമത്തിൽ ഈ കല്ലാർ ഉരുട്ടി മാറ്റുമെന്ന് ചോദിക്കുന്നതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് യോശുവയുടെ കൂടെ ഇരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, യോശുവ കല്ല് ഉരുട്ടി കളഞ്ഞില്ല. ആരാ ഉരുട്ടി കളഞ്ഞത്? യഹോവയായ ദൈവം അല്ലേ? യോശുവ ഈ കല്ല് കണ്ടില്ല, യോശുവയ്ക്ക് കല്ല് അറിയത്തില്ല. പക്ഷെ കല്ല് അറിയുന്ന ദൈവമുണ്ട്. ഒന്ന് പറഞ്ഞ്, കല്ല് എവിടെ ഇരിക്കുന്നെന്ന് അറിയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ നിന്ന എവിടാണെന്ന് അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുള്ളതിനാ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പലർക്കും പല രീതിയിലുള്ള വെല്ലുവിളികളാണ്, എല്ലാവർക്കും ഒരുപോലുള്ള വെല്ലുവിളികളല്ല. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്നിനെ തൊട്ടാ ദൈവം മറ്റേതിനെ തൊടാതിരിക്കത്തില്ല. കർത്താവിന്റെ നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന പ്രഭാതമാകിയ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എന്തുകൊണ്ട്? ദൈവം ഗിൽഗാൽ ഒരുക്കി കൊടുത്തു. ആമേൻ. നിന്ന മാറിയെങ്കിലേ വഴികളും തുറക്കത്തുള്ളൂ. നമ്മൾ പറയും ദൈവം യഹോവ ഇന്ന് വരെയും നമ്മളെ നടത്തി അല്ലേ? ദൈവം ഇന്ന് വരെ നമ്മളെ നടത്തി. ഒന്നിനും നമ്മൾ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ അനുവദിക്കാതെ ദൈവം നമ്മളെല്ലാം വഴി നടത്തി. അതെന്നാ? അന്നേക്കുള്ള പ്രൊവിഷൻ. അത് ദോഷമാണെന്നല്ല, അത് നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ദൈവം അന്നേക്കുള്ളതെല്ലാം തന്നതാ. പക്ഷെ ഇവിടെ പറയുന്നു, നിന്ന് ഉരുട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ മന്ന നിന്നു ഒരു സമൃദ്ധിയിലേക്ക് കയറട്ടെ അല്ലേ? കർത്താവേ, എന്തിലേക്ക് കയറണം ഇനി ഞാൻ? സമൃദ്ധിയിലേക്ക്, ഒരു വിളവിലേക്ക് കയറണം. ഓ ആമേൻ. അന്നേക്കുള്ളതിൽ നിന്ന് ഒരു വർഷത്തിലേക്കുള്ളത് തരുന്ന ദൈവം. ഓ, ആ വെളിപ്പാട് അകത്തേക്ക് കയറാനാണ് ഞാൻ അവിടെ വരെ കൊണ്ടുവന്നത്. മന്ന എന്ന് പറഞ്ഞാൽ അന്നേക്കുള്ളതാ. പക്ഷേ വിളവെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ചിലപ്പോൾ നിൽക്കത്തില്ല. യോസേപ്പിന് ദൈവം എന്തോ കൊടുത്തു? ഫറവോന്റെ ദേശത്ത് കൊണ്ടപ്പോൾ 7 വർഷത്തെ എന്താണ്? ആമേൻ, ക്ഷാമം വരാൻ പോവുകയാണ്. 7 വർഷത്തെ സമൃദ്ധിക്ക് ശേഷം 7 വർഷത്തെ ക്ഷാമം. 7 വർഷം കൊണ്ട് അവൻ എത്ര വർഷത്തേക്കുള്ളത് സ്വരൂപിച്ചു വെച്ചതുപോലെ ഒരു സമൃദ്ധി നമ്മുടെ മാർവിലേക്ക് പകരട്ടെ ദൈവം. റിസീവ് ചെയ്യുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. അന്നേക്കുള്ളതല്ല, ആ വർഷത്തിലേക്ക് വേണ്ടിയതുള്ളതല്ല, ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടിയതുള്ളത്, ഒരു കാലഘട്ടത്തേക്കുള്ളത്. ചിലർ പറയും ഇത് വിശുദ്ധന്മാർക്കുള്ളതല്ലല്ലോ. വിശുദ്ധന്മാർക്ക് തന്നെ ഉള്ളതാ. ഞെരുക്കം മാറണം, ദാരിദ്ര്യം മാറണം, ദൈവകൃപ വർദ്ധിച്ചു വരണം. കാലഘട്ടത്തേക്ക് വേണ്ടി ഉറവ ദൈവം തുറക്കണം. ആമേൻ. ഹല്ലേലൂയ. അന്നേക്കുള്ളത് നല്ലതാ, ആ വർഷത്തേക്കുള്ളത് നല്ലതാ. പക്ഷെ കൂടുതൽ തന്നാലും ദൈവത്തിന് സ്തോത്രം പറയണം, ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കണം. ആമേൻ. നമുക്ക് ദൈവം തരുന്നതൊക്കെയും ദൈവമഹത്വം എന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ നിന്നെ ദൈവം ഉരുട്ടിക്കളഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കും നിന്ന് ഉരുട്ടിക്കളഞ്ഞപ്പോൾ ദൈവം മഞ്ഞ അങ്ങ് എടുത്തു കളഞ്ഞെന്നല്ല വായിച്ചത്. എന്താണ്? അവർ ദേശത്ത് വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം. ചിലർ പറയും ഇച്ചിരി വെള്ളമെങ്കിലും വരുന്നുണ്ടായിരുന്നു, അതും അങ്ങ് നിന്നു. അതല്ല, വിളവ് പ്രാപിച്ചു തുടങ്ങിയപ്പോൾ മന നിന്നു. ഒരു ട്രാൻസിഷനിലേക്ക് നീ കയറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ. ആമേൻ. ഒരു ട്രാൻസിഷനിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ. ഇതുവരെ അനുഭവിച്ച മന്നയിൽ നിന്ന് ഇവരൊരു വിളവിലേക്ക് കയറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിനകത്തേക്ക് നിങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ കയറ്റുമാറാകണം. ദൈവം നിന്ന് ഉരുട്ടി മാറ്റുക മാത്രമല്ല, ആ സമൃദ്ധിയിലേക്ക് ദൈവം കയറണം. ഓ ഹല്ലേലൂയ. യഹോവ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ വിളവിനകത്തേക്ക് കയറിയപ്പോൾ പിന്നെ ആരിറങ്ങി വന്നു? അടുത്തത് നിന്ന് ഉരുട്ടി മാറ്റിയപ്പോൾ 2 കാര്യമാണ് അവിടെ സംഭവിച്ചത്. ഒന്ന്, അവർ വിളവിനകത്തേക്ക് കയറി. ആമേൻ. അവർ വർദ്ധനകത്ത് കയറി. അടുത്ത വാക്യം 13-ാം വാക്യം. അടുത്തത് ആരിറങ്ങി വരുന്നു? ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധീപനായവൻ. ദൈവത്തിന്റെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം ഒരു അധീപനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയാണെങ്കിൽ സമൃദ്ധിക്കകത്തേക്ക് കയറുമ്പോൾ നിന്ന് ഉരുട്ടിക്കളഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വിളവ് തരുകയാണ്.
വിളവിനകത്തോട്ട് നമ്മളെ പ്രവേശിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി യുദ്ധവീരനായ യഹോവ നമുക്ക് മുമ്പാകെ ഇറങ്ങി വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് വേണ്ടി യുദ്ധവീരനായ യഹോവ നമുക്ക് മുമ്പേ ഇറങ്ങി വരുന്നതിനാൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ. ആമേൻ. നിന്ന് ഉരുട്ടിക്കളയുമ്പോൾ രണ്ട് കാര്യം നമ്മുടെ ലൈഫിൽ വെളിപ്പെടും ദൈവം. ഒന്ന്, വിളവിനകത്തേക്ക് കയറും, സമൃദ്ധിക്ക് അകത്തേക്ക് കയറും. രണ്ട്, യുദ്ധവീരനായി യഹോവ വെളിപ്പെടും. ഓ ഹല്ലേലൂയ. യോശുവയ്ക്ക് മുമ്പാകെ ദൈവം പറയുകയാണ്, നീ ഇതുവരെ കാണാത്ത സമൃദ്ധിക്കകത്ത് മാത്രമല്ല, നിനക്ക് പല യുദ്ധങ്ങൾ ജയിക്കാനുണ്ട്. അതരം തുറന്ന് പറഞ്ഞാട്ട്, യുദ്ധവീരനായ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. അപ്പാ, കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാമല്ലോ. ദൈവസന്നിധി നമുക്ക് തന്നെ ഏൽപ്പിക്കാമല്ലോ. ആമേൻ. ദൈവസന്നിധി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു നിമിഷം